പാകിസ്ഥാൻ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് നൽകാൻ കഴിഞ്ഞത്. കാൽ നൂറ്റാണ്ടിന് മുമ്പ് പാക് ഭീകരാക്രമണത്തിനിരയായി നാട്ടിൽ തിരിച്ചെത്തിയ എറണാകുളത്തെ ഒരാളിൻ്റെ കഥയിലേക്കാണ് ഞാൻ ഈ പോകുന്നത്. കൊച്ചി കടവന്ത്ര സ്വദേശി ക്യാപ്റ്റൻ രവികുമാർ കൊല്ലാട്ട് കാണ്ഡഹാറിൽ രാജ്യത്തെ നടുക്കി ഭീകരർ റാഞ്ചിക്കൊണ്ടുപോയ വിമാനത്തിലെ ഏക മലയാളി. 1999 ഡിസംബർ 24 ആ ഭയാനക സംഭവം ഓർത്തെടുക്കുകയാണ് രവികുമാർ. ഒരാൾ എയിലിൽ കൂടെ അങ്ങനെ നടന്നു പോകണ്ടായിരുന്നു ഫ്രണ്ടിലേക്ക്. കോക്പിറ്റ് ചെന്ന് കോക്പിറ്റ് തുറന്നകത്ത് കയറിയിട്ട് ഗൺ പൈലറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതൊരു അറ്റാക്കാണ്, ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ്, നിങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണ് പ്ലെയിൻ എന്ന് പറഞ്ഞു. അനൗൺസ്മെൻറ്റ് വരലും ഇവരൊരു 4 പേര്, എൻ്റെ റൈറ്റ് സൈഡിൽ 2 പേരുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, ബാക്ക് സൈഡിൽ ഒരാളുണ്ടായിരുന്നു, ഒരാൾ ബിസിനസ് ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 4 പേര് 4 സൈഡിലായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പെട്ടെന്ന് എഴുതുകയും ഈ മാസ്ക് താഴത്തേക്ക് വലിച്ചിടുകയും ചെയ്തു. അപ്പോൾ അവർ ഇത് തന്നെ പറഞ്ഞു, എല്ലാവരും അവരുടെ സീറ്റിലിരിക്കൂ, ഇത് അറ്റാക്കാണ്, ഇത് എന്ന് പറഞ്ഞാൽ ഹൈജാക്കാണ്, ഞങ്ങളിത് ചെയ്യണം. കണ്ണീരും പ്രാർത്ഥനയുമായാണ് ഭാര്യ ഗീത ആ ദിനങ്ങളെ നേരിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദ് കൊടും ഭീകരൻ അബ്ദുൾ അസർ റൌഫ് കൊല്ലപ്പെട്ട വാർത്ത കൂട്ടിക്കൊണ്ടുപോയത് മരണം മുന്നിൽ കണ്ട ആ 7 ദിവസത്തെ ഓർമ്മകളിലൂടെ. അങ്ങനെ 8 ദിവസം ഞങ്ങൾ പലയിടത്തും, ഇപ്പോൾ ഫ്ലൈറ്റ് തന്നെ ആദ്യം അമൃത്സറിൽ ഇറങ്ങി, അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പേരെ കുത്തിയത്. അതിൽ ഒരാൾ മരിച്ചുപോയി. നമുക്ക് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ടോയ്ലറ്റിലേക്ക് പോകാനോ തോന്നുന്നില്ല. പിന്നെ ഇവരുടെ മൂഡ് സ്വിങ് അനുസരിച്ചിട്ട് ടെറർ പരിപാടികളുണ്ട്. ബിസിനസ് ക്ലാസ്സിൽ കുറച്ച് പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ കൊന്നതിന് ശേഷം ഒരാളെ 2 പേരെ കുത്തിയല്ലോ, അതിൽ ഒരാൾ മരിച്ചു. ഭീകരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ രാജ്യത്തിന് രവികുമാർ കൊല്ലാട്ടിൻ്റെ ബിഗ് സല്യൂട്ട്. ഒരു രാജ്യം ചെയ്യേണ്ട കാര്യം ചെയ്യണം. അത് നാളത്തേക്ക് ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അയാൾ മരിച്ചു എന്ന് പറയുന്നത്. അത് ചെയ്യണം, അത് തക്ക മറുപടി തന്നെ കൊടുക്കണം. കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24.